നിങ്ങളിപ്പോ എത്രാം വയസ്സിലാണ് സ്നാനപ്പെടുത്തുന്നത്, മാമോദിസ കൊടുക്കുന്നത്? അതിനൊരു ദിവസം മുമ്പേ നമ്മൾ കുട്ടി മരിക്കുമ്പോ ജനിച്ച അന്നേരം സ്നാനപ്പെടുത്തും. ജനിച്ച അന്നേരം മുക്കുവോ? ഹോസ്പിറ്റലിൽ വെച്ച് മുക്കുവാണോ നിങ്ങൾ? അന്നേരം സ്നാനപ്പെടുത്തും. ഓ ഓക്കെ. ഓ, ഇത് പുതിയ ഇതാണല്ലോ, അറിവാണല്ലോ. അപ്പൊ താങ്കൾ എപ്പോഴാണ് ആ സ്നാനപ്പെട്ടെ? അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എത്രാം ദിവസം CCC എടുത്ത് സ്നാനപ്പെട്ടെ? വായിച്ചു നോക്ക്. ഞാനും കത്തോലിക്ക ജനിച്ചു വളർന്ന, ഞാൻ ജനിച്ചാന്നൊന്നും 8-ാം എന്നെ ദിവസം. മുക്കി സ്നാനപ്പെടുത്തിയൊന്നുമില്ല. ചുമ്മാ കള്ളം പറയായിരുന്നുണ്ട്. അതെന്റെ പൊന്നു സുഹൃത്തെ, കൊച്ചിന്റെ ആരോഗ്യ ജീവൻ എന്തെങ്കിലും ഹാനി വരുന്നു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്നും വെള്ളം അല്ലല്ലോ കൊള്ളുന്ന ചോദിച്ചേ. സ്ത്രീകൾ അന്നേരം തന്നെ കൊച്ചിന് കൊച്ചിന് ജ്ഞാനസ്നാനം ജീവഹാനി കൊടുക്കും. വരുന്നവരും ഞാൻ ചോദിച്ചോ? ഇപ്പൊ ജനിച്ചു വീണ കൊച്ചിന് ജീവഹാനി ഉണ്ടോ താങ്കൾ എങ്ങനെ അറിയുന്നത്? താങ്കൾ എന്താ ജനിച്ചു വീണ കളിയാനാണോ? കൊച്ചിന് കറുത്ത നിറവാണ്, അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ട്, അത് ജീവിക്കാനുള്ള അതൊന്നും ഞാൻ മരണപ്പെടുമെന്ന് വല്ല ചോദിച്ചില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ അന്നേരം എട്ടാം ജ്ഞാനസ്നാനം ദിവസം അല്ല, കൊടുക്കും. അത് 8-ാം കഴിഞ്ഞിട്ട് ബാക്കി ദിവസത്തിന് മുമ്പ് പരിപാടിയുള്ളൂ. ആരെങ്കിലും സ്നാനപ്പെടുത്താറുണ്ടോ? 8-ാം ദിവസം, 7-ാം ദിവസം കുഞ്ഞ് മരിച്ചു പോകണമല്ലോ. സ്നാനപ്പെടുത്തുന്നു. 7-ാം ദിവസം കുഞ്ഞ് 7-ാം മരിച്ചു ദിവസം പോകണമല്ലോ. നല്ല സുഹൃത്തെ ജനിച്ചിട്ട് എന്തെങ്കിലും മരണപരമായ സാഹചര്യം കണ്ട് അന്നേരം വെള്ളം എടുക്കുന്നു, സ്നാനം കൊടുക്കുന്നു, അത്ര തന്നെ. ഓ, അതില്ലെങ്കിലാണ് ആ, പള്ളിയിൽ നിങ്ങളെ കൊണ്ടുപോയി അതിന് ഓപ്പറേഷൻ സ്നാനപ്പെടുത്തുന്നത്. തിയേറ്ററിൽ കയറ്റുമോ? ഉടനെ തന്നെ വെള്ളം കൊടുത്തുകാണ്ട് ആ ആ ഉണ്ട് അതിന് നിങ്ങളെ കയറ്റുമോ? സംവിധാനങ്ങളുണ്ട്. ആ നിങ്ങളെ കയറ്റുമോ റൂമിൽ? ലേബർ റൂമിൽ നിങ്ങളെ കയറ്റുമോ? സംവിധാനം ഉണ്ട് സുഹൃത്തെ, സംവിധാനങ്ങളുണ്ട്. എന്താ സംവിധാനം? നിങ്ങളെ എവിടുത്തെ കാര്യം പറയും? ലോകത്ത് നടക്കുന്ന കാര്യം വല്ലതാണോ പറയുന്നത്? ലോകത്തെല്ലായിടത്തും അതിന്റെ സംവിധാനങ്ങളുണ്ട്. എന്റെ ദോഷം ജോഷ്, നിങ്ങൾ അടിക്കണ്ട. എത്രാം ദിവസം സ്നാനപ്പെട്ടു? സത്യസന്ധമായിട്ട് പറ, എത്രാം ദിവസം നിങ്ങൾ മാമോദിസ ഞാൻ മുക്കിയത്? 8-ാം ദിവസം. 8-ാം ദിവസം എന്താ ജനിച്ചപ്പോഴും മുക്കാൻ? എന്താ നിങ്ങൾ ജനിച്ചപ്പോഴും ജനിച്ചപ്പോഴും നോക്കാനായിട്ട് കൊടുക്കുന്നു പറഞ്ഞു? മരണകരമായതൊന്നുമില്ല, നല്ല ഉഷാറുണ്ടായിരുന്നു. അപ്പൊ മരിക്കലെന്നുള്ളത് അത് കൊണ്ട് ആരാ മുക്കിയില്ല. തീരുമാനിച്ചേ? മരിക്കും തന്നെ ആരാ സംശയം ഉണ്ടെങ്കിൽ തീരുമാനിച്ച അന്നേരം മുക്കും. മരണകരമായ കുഴപ്പമില്ലെന്ന്? വീട്ടുമാമോദിസ അപ്പൊ വരുന്ന കൊടുക്കും. വഴിക്ക് ഒരു ആക്സിഡന്റ് അത് പിള്ള ആവണല്ലോ. കൊള്ളുന്ന സ്ത്രീകള്, എന്റെ അന്ന് ജോഷ് ബ്രദറെ പറയുന്ന നേഴ്സുമാരൊക്കെ. കേക്ക്. നിങ്ങൾ ജനിച്ച് കുഞ്ഞുമായിട്ട് നിങ്ങളുടെ അമ്മയും കുഞ്ഞുങ്ങളുടെ വീട്ടിൽ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആയി മരിക്കുവാണല്ലോ. നിങ്ങൾ അത് അറിയാൻ പറ്റുമോ ആ നിങ്ങൾക്ക് നേരത്തെ? മരിക്കുവാണെങ്കിൽ ആ കൊച്ചിന് ആ, സഭയിലൂടെയുള്ള രക്ഷയില്ല. സഭയുടെ മാമോദിസയിലൂടെ ഒരു കിട്ടുന്ന രക്ഷ? രക്ഷയില്ല, നഷ്ടപ്പെട്ടു. അപ്പൊ കുട്ടി നരകത്തിൽ പോവോ? ആ കുട്ടി നരകത്തിൽ പോവുക സ്വർഗത്തിൽ പോവുക എന്നുള്ള അന്ത്യവിധി ദൈവത്തിൽ കൃത്യമായിട്ട് അറിയാം. ദൈവത്തിന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ ഞങ്ങളോട് ദൈവത്തിന് എന്താ അറിയാം. ചോദിക്കുന്നത് അതൊക്കെ? നമുക്ക് അത് ഇപ്പൊ പരസ്യമാണല്ലോ, ഇതേ വിധി കാര്യം ഞങ്ങളോട് പരസ്യമാണ്, എന്തിനാ ചോദിക്കുന്നത്? അന്നേരം അറിയാം. ഇപ്പൊ ഇതേ കാര്യം ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് അറിയാലോ. അപ്പൊ താങ്കൾക്ക് അത് അറിയാലോ. അല്ല, ഞങ്ങൾ നിങ്ങളുടെ അതിനെ കൊച്ചിന് ശ്രദ്ധിക്കുന്നത്. പാവം ഇല്ലല്ലോ, അങ്ങനെ യേശുക്രിസ്തു നിങ്ങളിപ്പോ ഇവിടെ മരിച്ചു ഇരുന്ന് എന്തിനാ? പറഞ്ഞു. യേശുക്രിസ്തു മരിച്ച എന്നതിനാണോ? പുള്ളിനെ എന്തിനാ കൊണ്ട് എല്ലാവരും കൂടെ കുരിശെ തറച്ചു, എന്തിനാ മരിക്കാണ്ടിരിക്കാൻ മരിച്ചേ? പറ്റുമോ? അതുകൊണ്ട് മരിച്ചു. അതിനു മരിച്ചതല്ലേ? വെറുതെ മരിച്ചതല്ലേ? എല്ലാവരും കൂടെ കൊണ്ട് ബലം പ്രയോഗിച്ച് കുരിശ മരിച്ച, പുള്ളി ആത്മഹത്യ ചെയ്തതല്ല. ആണല്ലേ? അപ്പൊ അതുകൊണ്ടൊരു പ്രയോജനം ആ ഉണ്ടായിരുന്നു താങ്കൾക്ക്? ഇല്ല, കുരിശെ തറച്ചു വെച്ചാൽ കുറെ കഴിയുമ്പോൾ മരിക്കണമല്ലോ, അതുകൊണ്ട് താങ്കൾക്ക് മരിച്ചു. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതുകൊണ്ട്? അല്ല, എനിക്ക് എന്നാ പറയാനിരിക്കുന്നത്? പ്രയോജനം. മരിക്കാതിരുന്നെങ്കിൽ താങ്കളൊന്നും അതായിരുന്നു നല്ലത്. രക്ഷിക്കപ്പെട്ടിട്ടില്ല, പിന്നെന്തിനാ സാധനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ? ഇല്ല, യേശുക്രിസ്തു അതൊക്കെ മരിച്ചത് കൊണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഇല്ലെന്ന് ഞാൻ പറയുന്ന ആള് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചാണ് രക്ഷിക്കപ്പെട്ടിട്ടേ സംശയം ഇല്ല. പിന്നെ ചോദിക്കുന്നത്, അവരൊക്കെ ജിജി എന്തിനാ ബ്രദറെ. സ്നാനപ്പെടുന്നത്? എന്തിനാ എന്റെ നിങ്ങളൊക്കെ പോലെ വെറുതെ? സഹോദരന്മാരെ, അല്ല ജിജി നിങ്ങളുടെ ബ്രദറെ, വിശ്വാസത്തെ കുറിച്ചാണ് ഈ ഞാൻ ഈ സംശയം ഈ ചോദിക്കുന്നത്. മുട്ടാത്തർക്കത്തിന് നിങ്ങൾ അതിന് എന്തിനാ ഈ വിശദീകരണമാണ് ഞാൻ ചോദിക്കുന്നത്. മുട്ടാത്തർക്കത്തിന് മറുപടി പറയുന്നത്? ഇതൊരു ക്രൂസിഫിക്കേഷനെ തള്ളിക്കളയണ ആദ്യമായിട്ടൊക്കെയുള്ള ക്രിസ്ത്യാനിയാണ് അതന്നെ, കാണുന്നത്. ക്രൂസിഫിക്കേഷൻ അല്ല അതാ ചോദ്യം, രസം. നിങ്ങളുടെ യേശു മരിച്ചോണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞ ആളൊക്കെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുക. ഇതിനെയൊക്കെ എന്ത് ചെയ്യാന്ന് മനസ്സിലാകുന്നില്ല. യേശു മരിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല, യേശുവിനെ എല്ലാവരും കൂടി തല്ലിക്കൊന്നാന്ന്. എന്തൊരു കഷ്ടമാന്ന് നോക്കി. ഇത്ര പ്രായമായിട്ട് ഒരു സാമാന്യ അല്ല, ബോധം ഒരു പോലും ഇല്ലാതെ സാധാരണ നടക്കുക ഇങ്ങനെ. സാധാരണ കത്തോലിക്കിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ ആൾക്കാർ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു നടക്കുന്ന പാസ്റ്റർമാരായിരിക്കും കണ്ടാകത്ത്. ഇങ്ങനെ ക്രൈസ്റ്റ് പാസ്റ്ററെ ഇങ്ങനെ ആൾക്കാരെ സൺഡേ സ്കൂളിലെ മനസ്സിലാവണ്ട, പിള്ളേരെ പഠിപ്പിച്ചാക്കിയിരിക്കും. ഇതൊക്കെയാണ് അവസ്ഥ. എല്ലാ